ഫ്രണ്ട്സ്, ക്രേസി എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോൺ സ്നേക്കിനെ കുറിച്ചാണ്. കോൺ സ്നേക്ക് എന്നത് ഒരു നോൺ വെനമസ് പാമ്പാണ്. നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള ഇവ വളരെ സേഫായ പാമ്പുകളാണ്. ഇവയ്ക്ക് വിഷമില്ല, അറ്റാക്ക് ചെയ്യുകയുമില്ല. ഇവയുടെ ശാസ്ത്രീയ നാമം പാന്ത്രോഫിസ് ഗുട്ടാറ്റസ് എന്നാണ്. ഇവയുടെ നിറമാണ് ഏറ്റവും ആദ്യം നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. ഓറഞ്ച്, കറുപ്പ്, ചാരനിറം എന്നീ നിറങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. വലിയ കണ്ണുകൾ, ആക്റ്റീവ് ബോഡി ഇവയെല്ലാം കൊണ്ട് തന്നെ എക്സോട്ടിക് പെറ്റ് ലവേഴ്സിനിടയിൽ ഇവ വളരെയേറെ പ്രശസ്തമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് പേരിൽ കോൺ എന്ന്? കാരണം ഇവയെ പണ്ടൊക്കെ കൃഷിയിടങ്ങളിലും മറ്റും വളരെ സാധാരണമായി കാണാമായിരുന്നു. മാത്രമല്ല, ഇവയുടെ അരയുടെ പാറ്റേൺസിൽ കോൺ വിത്ത് പോലെ തോന്നും. അതിനാലാണ് ഇവയ്ക്ക് കോൺ സ്നേക്ക് എന്ന പേര് വന്നത്. ഇവയ്ക്ക് ഏകദേശം 3 മുതൽ 5 അടി വരെ നീളമുണ്ടാകും. കൃത്യമായ പരിചരണത്തിൽ ഇവ 15 മുതൽ 20 വർഷം വരെ ജീവിക്കും. ഇവർ വളരെ ശാന്ത സ്വഭാവക്കാരാണ്. ഓറഞ്ച്, യെല്ലോ, ബ്രൗൺ, റെഡ് ഷെയ്ഡുകളിൽ ഇവയെ കാണാനായി സാധിക്കും. എല്ലാ 4 അല്ലെങ്കിൽ 6 ആഴ്ചകൾ കൂടുമ്പോഴും ഇവയ്ക്ക് ഷെഡിംഗ് നടക്കും. അതായത് പഴയ തൊലി മാറി പുതിയ തൊലികൾ വരും. ഇത് ഇവയുടെ വളർച്ചയുടെ ലക്ഷണമാണ്. ഇവ മനുഷ്യരുമായി എളുപ്പം ചേർന്നു പോകുന്ന പാമ്പുകളാണ്. ഇവ ഒട്ടും അപകടകാരികളല്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം. കോൺ സ്നേക്കിനെ പെറ്റായി വളർത്തുന്നത് അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം വളരെ സാധാരണമാണ്. ഇവയെ വളർത്താനായി സ്നേക്ക് കേജ് അല്ലെങ്കിൽ ടെറാറിയം ആവശ്യമാണ്. ഇവയുടെ കേജുകളിൽ വാം ഏരിയ, കൂൾ ഏരിയ എന്നിവ സെറ്റ് ചെയ്യണം. വെള്ളം, ഹൈഡിംഗ് സ്പേസ് എന്നിവ നിർബന്ധമായും ഉണ്ടായിരിക്കണം. കൂടുകളിൽ ഫ്ലോറിങ്ങിനായി പേപ്പർ അല്ലെങ്കിൽ കോക്കനട്ട് ഫൈബർ ഉപയോഗിക്കാം. °C മുതൽ 30°C വരെയാണ് ഇവയുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത്. ഹ്യൂമിഡിറ്റി 40% മുതൽ 50% വരെ നിലനിർത്താനായി പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞു കോൺ സ്നേക്കിന് ആഴ്ചയിൽ ഒരു കുഞ്ഞെലിയെ കൊടുക്കാം. വലിയവയ്ക്ക് 10 ദിവസത്തിൽ 1 എന്ന രീതിയിൽ നൽകാം. ഇവരുടെ വലിപ്പത്തിനനുസരിച്ച് മാത്രമേ ഇവയ്ക്ക് ഇരയെ നൽകാൻ പാടുള്ളൂ. പാമ്പിന്റെ ശരീരത്തിന്റെ ഏറ്റവും വീതിയുള്ള ഭാഗം പോലെയാണ് ഇരയുടെ വലിപ്പം വരേണ്ടത്. അവയുടെ തലയ്ക്കും നെഞ്ചിനും തുല്യമായ വലിപ്പമായിരിക്കണം. അതിൽ കൂടുതലായാൽ വിഴുങ്ങാൻ സാധിക്കില്ല. മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന എലിയെ കൊടുക്കരുത്. കാരണം ഈ എലികൾ ഇവയെ കടിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ എലികളെ തണുപ്പിച്ച ശേഷം ഐസ് ഉരുകിയ എലികളെ മാത്രമേ ഇവയ്ക്ക് നൽകാൻ പാടുള്ളൂ. ബേബി റാറ്റ്സ്, അതായത് എലിക്കുഞ്ഞുങ്ങളെയാണ് കുഞ്ഞൻ പാമ്പുകൾ സാധാരണ ഭക്ഷണമാക്കുന്നത്. മാത്രമല്ല, ദിവസേന ഭക്ഷണം കൊടുക്കരുത്. പാമ്പിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ സ്ലോ ആണ്.
ഫീഡിംഗ് കഴിഞ്ഞ 24 മണിക്കൂറിനകം പാമ്പുറങ്ങും. ഫീഡിംഗ് സമയത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. ഇവയുടെ കേജിലെ താപനില ശരിയല്ലെങ്കിൽ ഷെഡിംഗ് ടൈമുകളിൽ പാമ്പ് ഭക്ഷണമെടുക്കാൻ വിസമ്മതിച്ചേക്കാം. ഇവയുടെ ബ്രീഡിംഗ് സീസൺ മാർച്ച് മുതൽ മെയ് വരെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ മേറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം ഫീമെയിൽ മുട്ടയിടും. 10 മുതൽ 30 മുട്ടകൾ വരെ ഇവയിടും. 6 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് 8 മുതൽ 10 ഇഞ്ചസ് വരെ വലിപ്പമുണ്ടാകും. ഇവർ ജനനശേഷം ഇൻഡിപെൻഡന്റ് ആയിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പാമ്പുകൾ വളർത്തണമെങ്കിൽ പ്രോപ്പർ പെർമിഷൻ ആവശ്യമാണ്. കോൺ സ്നേക്ക് മനോഹരമായ ഒരു എക്സോട്ടിക് പെറ്റ് സ്നേക്കാണ്. നിറം, സ്വഭാവം, ഭയമില്ലാത്ത സമീപനം എല്ലാം ഇവയെ നല്ലൊരു പെറ്റാക്കി മാറ്റുന്നു. ഇവയെ വളർത്തുന്നത് എളുപ്പമാണ്. ശരിയായ എൻക്ലോഷർ, ശരിയായ ഫീഡിംഗ്, ശരിയായ താപനില എന്നിവ കാത്തു സൂക്ഷിച്ചാൽ ഇവ ഒരുപാട് കാലം ജീവിക്കും. ഇത്തരത്തിൽ എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.